അതിന് നീയല്ലേ മടി പിടിച്ച് സ്കൂളിൽ പോകണ്ടിരുന്നേ. അതിന് അപ്പൂപ്പൻ എന്തിനാണ് വിളിക്കണേ? ഈ അപ്പൂപ്പൻ ചത്തെന്ന് കള്ളം പറഞ്ഞ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിരുന്നത്. അയ്യോ, ഇതെന്താ കവളത്തൊരു പാട്? അതോ രാജു തല്ലിയതോ? രാജു എന്തിനാണ് നിന്നെ തല്ലിയത്? വല്ല കുരുത്തക്കേട് കാണിച്ചു കാണുമല്ലേ? ഞാൻ എന്നിട്ട് രണ്ട് കൊടുക്കട്ടെ ഡാഡി? ഏയ്, നീ ഒന്നും ചെയ്യണ്ട. എന്നാ ഞാൻ കല്ലെടുത്തറിയും. എടാ, നീ ഒന്നും ചെയ്യണ്ടെന്ന്. എന്നാക്ക് മാന്തി പറിക്കാം. എടാ, നിന്നോട് പറഞ്ഞില്ലേ നീ ഒന്നും ചെയ്യണ്ട. നീ നേരെ ചെന്ന് ഹെഡ് മാസ്റ്റർ അടുത്ത് വിവരം പറഞ്ഞാൽ മതി. അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടോളും. ഡാഡി ഇപ്പൊ പറഞ്ഞ ഹെഡ് മാഷാ എന്നെ തല്ലിയ രാജു. അതൊക്കെ പോട്ടെ, ഹെഡ് മാസ്റ്റർ എന്തിനാ നിന്നെ തല്ലിയത്? മാഷ് ഒരു ചോദിച്ചു, ആർക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ശരി ഉത്തരം പറഞ്ഞു. അതിനാ മാഷിനെ തല്ലിയത്. ശരി ഉത്തരം പറഞ്ഞതിന് തല്ലേ? ആട്ടെ, എന്ത് ചോദ്യമാ ചോദിച്ചത്? സ്കൂൾ ബസിന്റെ ചില്ലറിന് പൊട്ടിച്ചത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ പരീക്ഷ പേപ്പർ കിട്ടിയോ? ദേ, ഞാനൊരു കാര്യം പറയാം. ഈ പരീക്ഷയിലെങ്ങാൻ നീ തോറ്റെന്ന് ഞാൻ അറിഞ്ഞ എന്നെ പിന്നെ നീ ഡാഡീന്ന് വിളിക്കണ്ട. പറയടാ, ജയിച്ചോടാ നീ. എന്റെ പൊന്നളിയോ, എല്ലാത്തിനും പൊട്ടിപ്പോയി. പിന്നെ ഒരു വിഷയത്തിന് മാത്രം ഞാൻ ജയിച്ചു. ഏത് വിഷയത്തില്? കണക്കിന്. അതെങ്ങനെയാണ് നീ കണക്കിന് മാത്രം ജയിച്ചത്? സുഖമായിട്ട് കോപ്പി അടിച്ചു. അപ്പൊ ക്ലാസ്സിൽ സാറൊന്നുമില്ലേ? ആദ്യം സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എനിക്ക് കോപ്പി അടിക്കാനേ പറ്റിയില്ല. അവസാനം ഒരു തുണ്ട് പേപ്പറിൽ ഒരു കുറിപ്പ് എഴുതി ഞാൻ സാറിന് കൊടുത്തു. അത് വായിച്ചു നോക്കിയതും സാർ കസേരച്ചെന്നൊരു ഒറ്റയിരിപ്പ്. പിന്നെ അവിടെ നിന്നിട്ടില്ല. ഞാൻ സുഖമായിട്ട് കോപ്പി അടിച്ചു. നീ സാറിന് എന്തോ എഴുതി കൊടുത്തത്? സാറിന്റെ പാന്റിന്റെ മൂട് കീറിയെന്ന്. ഇവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. കുറെ ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇവന് എന്തൊക്കെ അറിയാവുന്ന നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കണ്ണ് കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ചെവി കേൾക്കാത്തവരെന്ത് വിളിക്കും? എന്തും വിളിക്കാം. അതെന്താടാ? അവർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കാലം പറയുക. സുമതി രമേശിന്റെ കൂടെ ഒളിച്ചോടി. എന്ത് കാലം? രമേശിന്റെ കഷ്ടകാലം. പര്യായം പറയുക. കാളയുടെ പര്യായം പറഞ്ഞേ. പശുവിന്റെ മാപ്പിള. കുരുത്തം കെട്ടവൻ. വെറുതെ അല്ലടാ നീ പരീക്ഷയ്ക്ക് തോറ്റത്. എടാ, ക്ലാസ്സിലെ ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ നിനക്ക് മാർക്ക് കുറയുന്നത്. എന്നിട്ട് ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഞാൻ ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു. എടാ, നീ ട്രെയിൻ കണ്ടിട്ടുണ്ടോടാ? കണ്ടിട്ടുണ്ട്. ഈ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ ഏറ്റവും പിറകുവശത്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ട്രെയിനിന്റെ മുമ്പിൽ എന്താ? എഞ്ചിനാണ്. അതിന്റെ ശബ്ദം എങ്ങനാ? ഭയങ്കര കലവിലെ ശബ്ദമല്ലേ? ഇതേ ശബ്ദം തന്നെ ട്രെയിനിന്റെ പുറകിലും വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് പുറകിലിരിക്കുന്നത്. ഇപ്പോഴാടാ നീ എന്റെ മോനായത്. അല്ല മമ്മി, അപ്പുറത്തെ വീട്ടിലെ റോസി ആന്റിയുടെ ഗ്യാസ് തീർന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല, റോസി ആന്റി ഡാഡിയോട് പറയുന്നത് കേട്ടു. ആ പരിപ്പ് ഈ കലത്തില് വേവൂല. എങ്ങനെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുളക്കടവിലെ മീനുകൾ എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് തലയെത്തിച്ച് നോക്കുന്നത്? കുളിസീൻ കാണാൻ. എടാ പൊട്ട, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ. അംഗവും കാണാം, താളിയോടിക്കാം. അനാവശ്യം പറയുന്നോടാ, അനാവശ്യം പറയും. അല്ലെങ്കിൽ ഞാൻ ഡാഡിയോട് പിണക്കവാ. അതെന്താടാ? ഇപ്പൊ ഡാഡി എനിക്ക് ഉമ്മ തരാറേ ഇല്ല. ആയിച്ചോടാ. എടാ ഡുണ്ടു, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG. നീ UKG-ല് നല്ല മാർക്കോട് കൂടി പാസ്സായി പഠിച്ച് 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 +2 ഒക്കെ കഴിയുമ്പോ ഡാഡി മോന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ തരും. പിന്നെ സ്കൂള് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ വേലക്കാരിക്ക് ഡാഡി എന്തോരം ഉമ്മ കൊടുക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സതിയും ചതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. കറക്റ്റ്. അപ്പൊ ചതിയോ? ഭർത്താവ് ഇങ്ങനെ തടിപടി പോലെ നിൽക്കുമ്പോൾ ഭാര്യ മറ്റൊരുത്തന്നെ കൂടെ ചാടുന്നതിന് ചതി എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഡാഡി അവയവങ്ങളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നു, കാണാൻ. ചെവി നമ്മൾ അതിന് ഉപയോഗിക്കുന്നു, കേൾക്കാൻ. മൂക്ക് നമ്മൾ അതിന് ഉപയോഗിക്കുന്നു, മൂക്കാൻ. അല്ല, ശ്വസിക്കാൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പൊക്കിളിന്റെ ഉപയോഗം എന്ത്? പറ. മനസ്സിലായി ഡാഡി. എന്നാൽ ഞാൻ ഡാഡിനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അയ്യേ, എടാ, പേപ്പട്ടി കടിക്കുമ്പോ കുത്തിവെക്കാൻ. അതായിരുന്നു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഓ, തുടങ്ങി. ഞാൻ ഈ പഠിത്തമൊക്കെ നിർത്തുവല്ല, ജോലിക്കും പോയാലോ എന്ന് ആലോചിക്കുക. പിന്നെ UKG പഠിക്കുന്ന നിനക്ക് എന്ത് ജോലി കിട്ടാനാ? LKG പിള്ളേർക്ക് ട്യൂഷൻ എടുത്താൽ എന്താ പുളിക്കുക? എനിക്ക് ഓഫീസിൽ പോയി ലേറ്റ് ആയി. ഇവിടെ ഇരുന്ന് ശരിക്ക് പഠിച്ചോണം. വൈകിട്ട് വന്നിട്ട് ഡാഡി ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കേ? ഓക്കേ ഡാഡി. മമ്മി, ഇത്ര സ്ഥിതിക്ക് ഞാൻ ഡീസന്റ് ആകാൻ പോവാ. അകത്തെ മുറിയിരുന്ന് ഞാൻ പഠിക്കാൻ പോവാ. എന്റെ പൊന്നു മുത്തേ, നിന്റെ കെട്ടിയോൻ പോയോ? കെട്ടിയോൻ പോയി, പക്ഷെ ഡുണ്ടുമോൻ അകത്തുണ്ട്. എടി നീ പേടിക്കണ്ട, അവനെ ഒതുക്കാനുള്ളൊരു ബുദ്ധി എന്റെ കയ്യിലുണ്ട്. ഡുണ്ടു, എടാ ഡുണ്ടു മോനെ. ഹായ് അങ്കിളോ.
മോനെ നിനക്ക് കണക്കിന് എത്ര മാർക്കുണ്ടാ? ഞാൻ ആകപ്പട പാസ്സായത് കണക്കിലാണ്. നീ പാസ്സായാ പോരാ, നല്ല മാർക്ക് മേടിക്കണം. അതിന് അങ്കിൾ ഒരു ബുദ്ധി പറഞ്ഞുതരാം. എന്ത് ബുദ്ധി അങ്കിളെ? മോൻ താഴെ റോഡിൽ പോയി 50 കാർ എണ്ണിട്ട് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോ അങ്കിള് നിനക്കൊരു സമ്മാനം തരും. ഓക്കേ അങ്കിളെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഡെയ്സി, എന്താ സണ്ണിച്ചായ? എന്റെ ഡെയ്സി, ഈ കുഗ്രാമത്തിലൂടെ 50 കാർ എണ്ണി തിരിച്ചു വരുമ്പോഴത്തേക്കും 3 മണിക്കൂറെങ്കിലും എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാടി. എന്റെ ഡെയ്സി. ശ്ശോ, ടിൻഡു മോനെ, ചക്കര കൂട്ടാ. നാശം പിടിക്കാൻ മക്കളെ. കണ്ട എന്താ എന്റെ മോനെ, നീ 5 മിനിറ്റ് കൊണ്ട് 50 കാറും ഇത്ര പെട്ടെന്ന് എണ്ണി തീർത്തോടാ. തീർത്തു അങ്കിളെ. ഇന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തോമാച്ചന്റെ മകളുടെ കല്യാണം വരുന്നു. 50 കാറല്ലേ നേരം അങ്ങോട്ട് പോയത്. ഒറ്റടിക്കാൻ എണ്ണി തീർത്തു. അവനെ വെട്ടി മൂടാൻ കല്യാണം നടത്താൻ പറ്റിയ ഒരു സമയേ. പിന്നെ അങ്കിളെ, നേരെ കാണുന്ന അങ്കിളുടെ വീട്ടിലും ഇതുപോലെ എന്തോ ഒരു തരികട തെറ്റപ്പ് നടപ്പുണ്ട്. എന്റെ വീട്ടിലോ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അങ്കിളുടെ